ദിലീപ് കേസ് അങ്ങനെ ഒതുങ്ങുന്നൊന്നുമില്ല. അത് അതായത് ദിലീപിനെ ശിക്ഷിക്കാത്തത്, നേരെ ചവ പറയാം, ദിലീപിനെ ശിക്ഷിക്കാത്തത് കുറെ പേർക്ക് വലിയ സങ്കടമാണ്. ഇപ്പോഴും ചാനലുകളിൽ വന്നിരുന്ന് പലരും കരയുകയാണ്. എന്തുകൊണ്ടാണ് ദിലീപിനെ ഈ 1711 പേജുള്ള വിധിന്യായം പുറത്തു വന്നത്? അതിൽ കോടതി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പറയുകയാണ് കോടതി പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല, ദിലീപിനെ എങ്ങനെയും തൂക്കിക്കൊള്ളണം. അപ്പൊ ഈ വിധിന്യായത്തിൽ കോടതി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. 1 ലക്ഷം രൂപ, BMW, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരു മാഡത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പ്രോസിക്യൂഷൻ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നൽകാത്തത്? അപ്പൊ പ്രോസിക്യൂഷൻ എന്തോ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ലേ? നൽകാത്തതെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ടാണ്. ലക്ഷ്യം ഒന്ന് മാത്രം. ഇപ്പം വെളിയിൽ നടക്കുന്നത് തന്നെയായിരുന്നു ആദ്യം തൊട്ടേ ഉള്ള ലക്ഷ്യം. അതിന് ഒരു കേസുണ്ടായി, ആ കേസ് കോടതിയിൽ എത്തിച്ചു. ആ കേസ് ഉണ്ടാക്കിയതാണോ എന്ന് പോലും സംശയം. ഈ പറയുന്ന അതിജീവിതയെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു കേസ് കൊണ്ടുവന്ന് ദിലീപിനെ പെടുത്തിയാണെന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് പരിശോധിച്ച സമയത്ത് കോടതി സംശയം പ്രകടിപ്പിച്ചു. പെല്ല മതി, അല്ലെ ശരിയായില്ല, ഒന്നുകൂടി എടുക്കാനൊക്കെ പറയുന്ന ശബ്ദ സന്ദേശം വെളിയിൽ വന്നതായിട്ട് അന്നും പത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ അത് വലിയ വലിപ്പത്തിൽ, അല്ലെങ്കിൽ കോടതി ആയതുകൊണ്ട് മറച്ചു പിടിക്കേണ്ടതായത്, അതിജീവിതയല്ലേ, അതിനെ മറച്ചു പിടിക്കേണ്ടതായതുകൊണ്ട് അത് അങ്ങ് ഒതുങ്ങിപ്പോയി. മാത്രമല്ല, ഈ സമയം കഴിഞ്ഞ് ദിലീപിന്റെ കൂടി സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. ഈ അതിജീവിതയ്ക്ക് സഹിക്കാൻ വയ്യാത്ത അതിജീവിതയും, അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഭാഗ്യദേവതയും, ഭാഗ്യദേവതയും, പിന്നെ റോഡിൽ നിൽക്കുന്ന ചീഫ് ജസ്റ്റിസുമാരും, ഇപ്പം ബസ്സേ കയറി വഴക്കുണ്ടാക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇവർക്ക് ആർക്കും ഈ കാര്യത്തിനകത്ത് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അതിജീവിതയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം ഇപ്പൊ ഈ കോടതി വിധി വന്നതിന് ശേഷം വെളിയിൽ പോയേക്കോ, ലണ്ടനിലും കണ്ടു പോയേക്കോ, അവരിങ്ങനെ ആഘോഷിച്ച് നടക്കുക. ഇപ്പോഴും അപ്പോഴും ഈ കേസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കോടതി ചോദിക്കുന്നത് നിങ്ങളൊരു വെള്ളപ്പേപ്പറെങ്കിലും താ, നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ എഴുതിത്താ ഒരു തെളിവ്. നിങ്ങൾ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രോസിക്യൂഷൻ്റെ അടുത്ത് ഈ പറയുന്ന 8 കൊല്ലം സമയം കിട്ടിയപ്പോൾ റോഡിൽ നിന്ന് കാര്യം പറയുന്ന മിനിയുടെ അടുത്തും, അല്ലെങ്കിൽ അതിജീവിതയുടെ വക്കീലിൻ്റെ അടുത്തും, കോടതിയുടെ അടുത്തും, ഗവൺമെന്റിന്റെ അടുത്തും അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമെടുത്ത് 11 മണിക്കൂർ ചർച്ച അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്തോ, ഇതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം, അതാണല്ലോ നമ്മുടെ ജോലി എന്നുള്ള രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യിച്ച ഇവരുണ്ടല്ലോ, സന്ധ്യയ്ക്കും 8 കൊല്ലം കൊണ്ട് ഈ എതിരെ ഒരു തെളിവ് ഉണ്ടാക്കാൻ പറ്റിയില്ല. തൃശ്ശൂരിലും ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ BMW കാറിനകത്ത് പൾസർ സുനിയും ദിലീപും കൂടെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ കൊടുത്തു. ഈ ഗൂഢാലോചന നടത്തിയതിന് ആ തൃശ്ശൂർ മുന്തിയ ഹോട്ടലിലാണല്ലോ, 5 സ്റ്റാർ സംവിധാനമുള്ള അത്രയും വലിപ്പത്തിലുള്ള ഹോട്ടലാണല്ലോ. ഇതിന്റെ പാർക്കിംഗ് ഏരിയ CCTV ഉണ്ട്, പാർക്കിംഗ് രജിസ്റ്റർ ഉണ്ട്, BMW കാറുണ്ട്. ഇതൊക്കെ പ്രോസിക്യൂഷൻ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനകത്ത് BMW കാറോ, പാർക്കിംഗ് ഏരിയയിലെ ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ അവിടെ കിടക്കുന്നതിന്റെ രജിസ്റ്ററിനകത്ത് ഈ കാർ എന്നതുപോലെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇത്ര സമയം എന്നുള്ളതിനെ പറ്റി ഒന്നും പ്രോസിക്യൂഷൻ ഇതൊന്നും കൊടുക്കുന്നില്ല, തെളിവുകളില്ല. അതുപോലെ തന്നെ പൾസർ സുനിയുടെ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ശരി, ദിലീപ് കൊടുത്താണ് ഈ കൊട്ടേഷന് വേണ്ടി. പൾസർ സുനിയുടെ പേരിൽ, അത് ദിലീപിന്റെ അമ്മയുടെ പേരില്ല. 2015 പൈസ കൊടുത്തേക്ക്. ഈ പൈസ കൊടുത്ത ഇവരുടെ അക്കൗണ്ട് മൊത്തം പരിശോധിക്കില്ല, അക്കൗണ്ടുകൾ മൊത്തം പരിശോധിച്ചപ്പോൾ അമ്മയുടെ പരിശോധിച്ചു, അമ്മാവിന്റെ പരിശോധിച്ചു, അമ്മായിയുടെ പരിശോധിച്ചു, മൊത്തം പൾസർ സുനിയുടെ കുടുംബം മൊത്തം പരിശോധിച്ചപ്പോൾ 2015 ഒരു പൈസ വന്നിട്ടുണ്ട്. ആരുടെ പേരില? ദിലീപ് ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. ഇതെടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. ഇത് ദിലീപ് അയച്ചതാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എവിഡൻസും കൊടുക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഫാബ്രിക്കേറ്റ് കട്ട്സ്. പണ്ട് എസ്കത്തി ഉണ്ടാക്കി അറിയാവോ? റോഡിൽ വെച്ച് കത്തി കിട്ടിയില്ല, നന്നായിട്ടാണ് എസ്കത്തി ഉണ്ടാക്കി. ഇതേപോലെ എസ്കത്തികൾ ഉണ്ടാക്കുന്നതും ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുന്നതും തെളിവുകൾ ഉണ്ടാക്കുന്നതും കാര്യങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പോലീസ്, അങ്ങനെ കേസുകൾ, ഫാബ്രിക്കേറ്റഡ് കേസുകൾ വിജയിപ്പിച്ചിട്ടുള്ള പോലീസും അതിനകത്ത് വൈദഗ്ധ്യമുള്ള പോലീസുകാരുള്ള കേരള പോലീസിന് അകത്ത് ഇത്രയും വലിയ വലിപ്പത്തിൽ, ഇത്രയും വലിയ മാഫിയ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ഇതിന്റെ പുറയിൽ നിന്നിട്ട് ഒരു തെളിവും പേപ്പർ ചോദിച്ചാൽ ഒരു വെള്ളക്കള്ളാസ് ഇതിന്റെ എതിരെയുള്ളത് ഇല്ല. ഞാൻ പണ്ട് അടൂര് പോലെ പോലീസ് വണ്ടി പിടിക്കും. അപ്പം നമ്മൾ പൊതുപ്രവർത്തന രംഗമായിട്ട് പോയി മിക്കവാറും വണ്ടി പിടിക്കുന്ന കേസും ചാരം കുടിച്ചിട്ട് പിടിക്കുന്ന കേസും ഒക്കെ ഓടി ഇങ്ങ് വരും.
അല്ലെങ്കിൽ ഇറക്കണമല്ലോ. അവിടെ ചെന്നു സി എ വലിയ പരിചയക്കാരനാ. സി എ പറഞ്ഞ അന്നേരം ഇവൻ പറയുന്നത് സാറേ ഞാൻ മാന്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ അതിലേ പോയപ്പോൾ പോലീസ് ഓടിച്ചിട്ട് എന്നെ പിടിച്ചു, എനിക്ക് നീതി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ വന്ന് പറയുന്നത്. അവിടെ തന്നെ നമ്മൾ ആദ്യമേ പരിചയക്കാരനാണ്. സാറേ എന്ത് സാറേ പാവം പിടിച്ചിട്ടൊക്കെ വണ്ടി പിടിച്ചോണ്ട് പോകുന്നത്, അവർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമൊക്കെ ഉണ്ട് വിട്ടൂടെ തൊഴിലാളി. അവസാനം പുള്ളി എൻ്റെ അടുത്ത് കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എടുത്ത് പറഞ്ഞ് എൻ്റെ പൊന്നു പ്രശാന്ത് ഞാൻ തൊഴിൽ കൊണ്ട് പറയാം, ഒരു വെള്ള പേപ്പർ ഇവൻ്റെ അടുത്ത് വെറും ബ്ലാങ്കായിട്ട് പേപ്പർ ഇതിൻ്റെ വേണം പറഞ്ഞുകൊണ്ട് എനിക്ക് തരാൻ പറ. ഞാൻ വണ്ടി പിടിച്ചാൽ നിങ്ങൾ കുറ്റപ്പെടുന്നുണ്ടല്ലോ. ബ്ലാങ്കായിട്ട് ഈ വേണ്ട, ഇൻഷുറൻസ് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടില്ല, ഒന്നും വേണ്ട, ഒരു ഇതിനൊരു ഇത് വേണ്ടേ, നമ്പർ പ്ലേറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ഇവൻ എന്താ പരാതി പറഞ്ഞു. ഒരു വെള്ള പേപ്പറിൽ ഇവൻ എഴുതി ഇതിന് ചുമ്മാ ഇതിന്റെ പേര് എഴുതി താപ്പോട്ട് തന്നാൽ പോലും ഞാനങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞതുപോലെ ദിലീപ് കേസിന്റെ അവസ്ഥ. ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ പല കാര്യങ്ങളും അവിടെ ഹാജരാക്കി. BMW 1 ലക്ഷം രൂപ, അതുപോലെ ഗൂഢാലോചന, ഹോട്ടലിൽ വെച്ച് ഗൂഢാലോചന, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യവും തെളിയിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന നടിയുടെ അല്ലെങ്കിൽ ഈ നടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഈ കുറ്റത്തിന് ഗൂഢാലോചന ഇത് മാത്രമല്ല, ഗൂഢാലോചന തെളിയിക്കാൻ പറ്റത്തില്ലെന്ന് സന്ധ്യ പറയുമ്പോൾ ഇതിനകത്ത് 4 ഗൂഢാലോചന നടന്നിട്ടുണ്ട്, 3 എണ്ണം തെളിഞ്ഞു. ഏതാ തെളിയാത്തത്? ദിലീപ് ഈ വിഷയത്തിനകത്ത് ഇടപെട്ടെന്നോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയെന്നോ തെളിയിക്കാൻ പറ്റില്ല. ദിലീപ് ഒരു രഹസ്യമായിട്ട് നടക്കാൻ പറ്റുന്ന ആളൊന്നും അല്ലല്ലോ. ആട് എന്നും പണ്ട് നമ്മളെല്ലാം ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആട് എന്നൊരു ക്രിമിനൽ ആ രീതിയിൽ നടക്കുന്നതാണ്. പരസ്യമായിട്ട് എല്ലാം പരസ്യമായിട്ടുള്ള ടാക്സ് അടയ്ക്കുന്ന, മറ്റതടയ്ക്കുന്ന, അല്ലെങ്കിൽ എല്ലാം വെളിപ്പെടുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന, സ്വകാര്യമായിട്ട് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായി ചെയ്യാൻ പറ്റുന്ന ഒരാൾ. മാത്രമല്ല ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസ് ഇഴകീറി പരിശോധിക്കുമ്പോൾ അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസ് ആദ്യം തൊട്ടേ പ്രമാദമാണ്. ഇതിനകത്ത് ഒരു ഒതുക്കലും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കുന്ന ഒരവസ്ഥയില്ല. കാരണം ആദ്യം തൊട്ടേ ഇതാണല്ലോ ദിലീപ്. അത് നടന്നതെല്ലാം ദിലീപിനെതിരെ നടന്നിട്ടുള്ളൂ. എല്ലാവരും മനസ്സിലാവും, ദിലീപിനെതിരെ നടന്നിട്ടുള്ളൂ. അതായത് ആദ്യം തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ദിലീപിനെതിരെയാണ്. ദിലീപ് എന്ന് പറയുന്ന ആളിനെ കുരുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്തും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഏതവസരത്തിലും അതിന് കോടിക്കണക്കിന് രൂപ അതിന്റെ പുറകിലുണ്ടായിരുന്നു. അത് ചെയ്യാൻ സാധിക്കുന്ന DGP ആകാൻ സാധ്യതയുണ്ടായിരുന്ന അതേ റാങ്കിലുള്ള പോലീസ് IPS ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കോടാനുകോടി രൂപ മുടക്കാനുള്ള നടന്മാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമാ ഫീൽഡിൽ അതുപോലെ ബലമുള്ള ആൾക്കാരുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കുന്ന മട്ടാഞ്ചേരി മാഫിയ ഉണ്ടായിരുന്നു. എന്നിട്ടും കോടതി വന്നപ്പോൾ കോടതി എങ്ങനെയാണ്? കോടതിക്ക് അകത്തും നടക്കത്തില്ല. ഒരു ജഡ്ജിക്ക് ഇവർ പറയുന്ന അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞു, ഒരു ജഡ്ജിക്ക് ഒന്നും നടക്കത്തില്ല. എങ്ങനെ നടക്കത്തില്ല? ഇവർ പറഞ്ഞു എനിക്ക് വനിതാ ജഡ്ജിയെ വേണം, വനിതാ ജഡ്ജിയെ കൊടുത്തു. പ്രോസിക്യൂട്ടർമാരെ ആവശ്യപ്പെട്ടവരെ ഇവരാവശ്യപ്പെട്ടവരെ കൊടുത്തു. അതിനുശേഷം കോടതിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ അടച്ചിട്ട മുറിയിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യം ആർക്കും, മാധ്യമങ്ങൾക്ക് പോലും അവർ കൊടുക്കാൻ വെളി വരത്തില്ല. അടച്ചിട്ട മുറിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ റെക്കോർഡ് ചെയ്തിട്ട് ഫൈനൽ വിധി വന്ന ഒരു കേസ്. ആ കേസിനകത്ത് ഫൈനൽ വിധി ഈ ലോകത്ത് ആർക്കും പരിശോധിക്കാവുന്ന രീതിയിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതിയുടെ വെബിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, പ്രോസിക്യൂഷൻ എന്തെല്ലാം പാളിച്ചകൾ പറ്റിയെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന പ്രതികളെ ശിക്ഷിച്ചു, എന്തുകൊണ്ട് ഇവരെ വെറുതെ വിട്ടു, ഇത്രയും വ്യക്തത വരുത്തി കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോലും ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കാൻ പറ്റാഞ്ഞിട്ടും ദിലീപിനെ ശിക്ഷിക്കണം എന്ന് പറയുന്ന, അതാഗ്രഹിച്ച, അതിൻ്റെ പുറകിൽ നിന്ന ആൾക്കാർ ഇപ്പോഴും താഴെത്തട്ട് വരെ പ്രവർത്തിക്കുന്നു. ഭാഗ്യലക്ഷ്മി നിൽക്കുക. ഭാഗ്യലക്ഷ്മി ഈ പറയുന്ന പോലെ വലിയ കക്ഷിയൊന്നും അല്ലല്ലോ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ. അതുവരെ വേണ്ടാന്ന് വെച്ച ഒരു സിനിമാ ലോകത്തെ, നിസ്സാരക്കാരും വെല്ലുവിളിക്കത്തില്ല തന്നെ, ആ സിനിമാ ലോകത്തെ അല്ലെങ്കിൽ സിനിമാ മേഖലയെ മൊത്തം വെല്ലുവിളിച്ച് വെക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടാതെ അവർ നിൽക്കുവോ? ഇപ്പം ഏറ്റവും അവസാനം റോഡിൽ നിന്ന് ഈ നടിയെ കണ്ടപ്പോൾ മജിസ്ട്രേറ്റ് എണീറ്റ് നിന്ന് പറഞ്ഞ ഒരുത്തനെ വൈറലാക്കി, ഇന്റർനാഷണൽ ആയിട്ട് വൈറലാക്കി. അയാളിപ്പോ എല്ലാവരും അറിയും. അവന്റെ മോന്ത കണ്ടാൽ മോന്ത കണ്ടാൽ ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനെ കാട്ടി കൂടുതൽ ആൾക്കാർ തിരിച്ചറിയും. അതേ രീതിയിലത്തെ സെലിബ്രിറ്റി ആക്കി. ഇപ്പം അങ്ങനെ സെലിബ്രിറ്റി ആക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങൾ, അതിന്റെ അജണ്ട എന്താണെന്ന് അറിയാം. ഈ വിഷയം ഇന്നലെ പത്തനംതിട്ടക്കാരി ഒരു
ഒരു സാധനം വണ്ടിക്കകത്ത് കയറി ദിലീപിന്റെ പടം അവരും ഇന്നലെ അങ്ങ് വൈറലാവുക. കാരണം എന്താണെന്നറിയാം, ചിരിക്കാൻ പറഞ്ഞല്ല, അപ്പം അത് ഞാൻ പറഞ്ഞു വന്നു. ദിലീപിന്റെ പേരായതുകൊണ്ട് ഇവർ പറയുന്നവരെ മാധ്യമങ്ങൾ എടുത്ത് കാണിക്കും, എല്ലാ മാധ്യമങ്ങളും എടുത്ത് കാണിക്കുന്നതിന് കാര്യമുണ്ട്. മാധ്യമം ഇപ്പം ഓടിക്കണമെങ്കിൽ പൈസ ഇല്ല, അപ്പൊ ഇതുപോലുള്ള പൈസകൾ കിട്ടുമല്ലോ, കാണിക്കുക. അതുകൊണ്ട് എന്താണെന്ന് അറിയാം, സാധാരണക്കാരനെല്ലാം ഈ എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ എവിടെയെങ്കിലുമൊക്കെ വന്ന് മുഖം ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ TV-ക്കകത്ത് വരണം, യൂട്യൂബിനകത്ത് വരണം, മറ്റേ കീഴ്വായു വിട്ടാലും വൈറലാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പൊ ഇറങ്ങിയേക്കുന്നത് എന്തിനു? ദിലീപിനെ ഞങ്ങൾ കാച്ചും, ദിലീപിനെ ഞങ്ങൾ. അതുപോലെ വേറൊരു വലിയ കാര്യമുണ്ട്. ഇന്നലെ വേറൊരു വാർത്ത വരുന്നുണ്ട്, ജഡ്ജിയെ ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിലേക്ക് ഒരു ആള് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. ആ രീതിയിലാണെങ്കിൽ ജഡ്ജിയെ കൊല്ലുന്നതിന് വേണ്ടി, വിധിന്യായം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കലാപാഹ്വാനം നടത്തിയതിന് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരെ, ഇതിന് നിന്നിട്ടുള്ളവരെ, അല്ലെങ്കിൽ സാധാരണക്കാരനെ ഒരു ജഡ്ജിയെ കൊല്ലാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് പണ്ട് മദനി തടിയന്റെ റസീറിനെ പ്രസംഗത്തിൽ കൂടി ഉണ്ടാക്കിയ പോലെ ഇതേപോലെ നിൽക്കുന്ന ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടത്തില്ലെങ്കിൽ ഇത് വലിയ കുഴപ്പമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ മാഡം കാവ്യയുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ ചില അത് തന്നെ, മാഡം കാവ്യയുടെ അമ്മയാന്ന് പറയുന്നതിന്റെ കാര്യം എന്തോ. അപ്പം ദിലീപ് ജയിച്ചാണെന്ന് ദിലീപ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് ആ വണ്ടിക്കകത്തുണ്ടെന്നുള്ള രീതിയിൽ പ്രചരണം വരുന്നില്ല. അപ്പം ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ദിലീപിലേക്ക് എത്തിക്കാം, ഒരു കോടതിയും പ്രശ്നമല്ല. ഇങ്ങനെ വിധിച്ചാൽ തട്ടിക്കളയുന്ന ഭീകരവാദികളും തീവ്രവാദികളും പറയുന്ന മാനസികാവസ്ഥയിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളും ഭാഗ്യലക്ഷ്മിയും പാർവതി തിരുവോത്ത് പോലുള്ള ആൾക്കാർ തീർന്നിരിക്കുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവർ കേസെടുക്കണം. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയാലേ ഈ മാതിരിയുള്ള കാര്യങ്ങൾ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ജഡ്ജിയോ സംവിധാനമോ പോലീസോ മറ്റ് പല നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വയ്യ. ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൈസയുള്ള ചില മാഫിയകളുടെ അജണ്ടകൾ പാസ്സാക്കുന്നതിന് വേണ്ടി സാധാരണക്കാരനെ അല്ലെങ്കിൽ കാശ് കൊടുത്ത് തയ്യാറാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും കോടതിയിനകത്ത് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടപെട്ടേ മതിയാവൂ. ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ അകത്താക്കിയാൽ മാത്രമേ ശരിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ.